പൊൻകുന്നം വർക്കി എഴുതിയ ശബ്ദിക്കുന്ന കലപ്പ എന്ന കഥയുടെ 3-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഏതാണ്ട് 12 കൊല്ലത്തോളം ഇടതടവില്ലാതെ കണ്ണൻ ഔസേപ്പു ചേട്ടനെ സഹായിക്കുന്നു. ഇതിനിടയ്ക്ക് കഞ്ഞിക്കൊയ്ത്തും മീനക്കൊയ്ത്തും പലകുറി കടന്നുപോയി. ഹേമന്തവും ശിശിരവും അനേകവട്ടം വൃക്ഷലതാദികളെ തടവി. നാട്ടുരാജാക്കന്മാർ മനുഷ്യന്റെ മേൽ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരുന്ന ചെങ്കോലുകളും കിരീടങ്ങളും താഴെ വീണു. അത്ഭുതകരങ്ങളായ മാറ്റങ്ങൾ പലതും സംഭവിച്ചു. മനുഷ്യൻ ചൂഷണം ചെയ്യാത്ത പുതിയ വ്യവസ്ഥിതി എന്നും മറ്റുമുള്ള ഈടേറിയ വാക്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. പക്ഷേ ഔസേപ്പു ചേട്ടൻ അയാളുടെ പ്രിയപ്പെട്ട കാളകളെ വിൽക്കാൻ നിർബന്ധിതനായി തീർന്നിരിക്കുന്നു. അന്നം വിളയുന്ന ഭാഗ്യകേദാരമായ കണ്ടം തന്നെ പണയം എഴുതി കഴിഞ്ഞു. മനസ്സുണ്ടായിട്ടല്ല, മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്തേ പറ്റൂ. അയാൾ ഒരു പിതാവാണ്. വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഒരു പുത്രിയുടെ സ്നേഹശീലനായ അച്ഛനാണ്. ചെറുക്കൻ കൂട്ടർക്ക് സ്വത്ത് 3 അടുപ്പുകല്ലേ ഉള്ളുവെങ്കിലും സ്ത്രീധനം 3000 ചോദിക്കുന്ന നീതികേട് അതിനയാളെ നിർബന്ധിച്ചു. 1500 രൂപയ്ക്കാണ് കണ്ടമെഴുതിയത്. അത് സ്ത്രീധനത്തിനായി. കല്യാണ ചെലവിന് വേറെ വേണം. അതിന് എത്രമാത്രം പ്രിയപ്പെട്ടതാണെങ്കിലും കാളകളെ വിൽക്കാതെ തരമില്ല. രാപ്പകലില്ലാതെ 10-20 കൊല്ലമായി അയാൾ അധ്വാനിക്കുന്നു. മഹിമയേറിയ ഒരു കൃഷിക്കാരനാണ് അയാൾ. പക്ഷെ ഫലമെന്ത്? അയാളുടെ തലമുടി നരച്ചു, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു, തൊലി ചുളിഞ്ഞു, വാദം മാറാത്ത കൂട്ടുകാരനുമായി. പിച്ചാത്തി കൊണ്ട് കുത്തിയാൽ പോലും കയറാത്ത തഴമ്പുണ്ടാ കൈകളിൽ. പക്ഷെ എന്തു ചെയ്യാം? ഏതാണ്ട് 10,000 കാലങ്ങൾക്ക് മുമ്പുള്ള ആ പഴയ കൃഷി ആയുധങ്ങളുമായിട്ടാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. മണ്ണിന്റെ വീര്യം കെട്ടും, വളമാണെങ്കിൽ ഇല്ല. ഋഗ്വേദ ഗാനങ്ങളുമായിട്ടാണ് ഔസേപ്പു ചേട്ടന്റെ നില. തന്റെ ലോകാന്തര യജ്ഞമായ കൃഷിക്ക് സഹായിക്കാൻ വരുണ ഭഗവാനോടും മേഘത്തോടും പർവ്വതത്തോടും കാറ്റിനോടുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥനായുഗത്തിന്റെ നിസ്സഹായതയിൽ നിന്ന് ഇന്നും അയാൾ ഉണർന്നിട്ടില്ല. എന്നാൽ അയാളെ അപമാനിക്കുന്ന വിപണികളും ചൂഷണ മാർഗങ്ങളും വളർന്നിട്ടുണ്ട്. കണ്ണനെ കയർ മാറുന്ന നേരത്ത് ഔസേപ്പു ചേട്ടൻ അവിടെ നിന്നില്ല. കയറ് മാറുമ്പോൾ 1 രൂപ കയറ്റുകാണം കിട്ടുന്നതാണ്. എത്ര രൂപ കൊടുത്താലും കിട്ടാത്ത കണ്ണുനീർ തുള്ളികളോടുകൂടി അയാൾ മാറിക്കളഞ്ഞു. ആ മുറ്റത്തു നിന്നിറങ്ങാൻ കണ്ണന് മനസ്സിലായിരുന്നു. അവൻ തന്റെ ജീവന്റെ ജീവനായ ആ രക്ഷിതാവിനെ കാണാൻ തല പൊക്കി അവിടെയൊക്കെ നോക്കി. കാര്യം ഏതാണ്ട് കുഴപ്പമാണല്ലോ എന്ന് വിചാരിച്ച് അവൻ 1-2 അമറി. ആ സമയം തെക്കേ പ്ലാവിന്റെ ചുവട്ടിൽ കണ്ണു തുടച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആരോടും ഒന്നും പറയാനില്ലാത്ത ഒരു മനുഷ്യൻ. വാചാലതയും പ്രകടനങ്ങളും സ്നേഹത്തിന്റെ ആത്മാവിലുള്ളതല്ല. ദുഃഖിക്കാൻ കഴിവുള്ള മനസ്സുകൾ തമ്മിലുള്ള അടുപ്പമാണ് സ്നേഹമെങ്കിൽ കണ്ണനെ പോലെയും ഔസേപ്പു ചേട്ടനെ പോലെയും അടുത്താൽ അടുത്തവർ ലോകത്തിലില്ല. ബുദ്ധിമുട്ടിന്റെ കാര്യം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ആ ഹൃദയങ്ങൾ അകലാൻ വേദനിക്കുന്നു. സ്വന്തം പാളയത്തിൽ അപമാനിതനും നിസ്സഹായനുമായി തീരുമ്പോൾ ഭടൻ ചിലപ്പോൾ ശത്രുപാളയത്തിലേക്ക് നോക്കിയെന്നു വരും. സ്വന്തം നാട്ടിൽ അപമാനിതരും നിസ്സഹായരുമായി തീരുമ്പോൾ കൃഷിക്കാരിൽ ചിലർ വയനാടൻ കാടുകളിലേക്ക് നോക്കി പോകുന്നു. അറിയുകയും കേൾക്കുകയും ഇല്ലാത്ത നാട്, കൂടപ്പിറപ്പുകൾക്കോ വേണ്ടപ്പെട്ടവർക്കോ എത്തിപ്പെടാൻ വയ്യാത്ത ദൂരം, മലമ്പനിയുടെ കൊള്ള നടക്കുന്ന സ്ഥലം. എങ്ങനെ ഔസേപ്പു മാപ്പിളെ അറിഞ്ഞുകൊണ്ടെങ്ങനെ സമ്മതിക്കും? അയൽക്കാരൻ കിട്ടുഷാർ മലബാർ പ്രശ്നത്തെപ്പറ്റി സംസാരിച്ച ഔസേപ്പു ചേട്ടനോട് ചോദിച്ചു. ഞാൻ പിന്നെ എന്തു ചെയ്യും കിട്ടുഷാരെ? എനിക്ക് വീര്യമുള്ള കുറച്ച് പച്ചമണ്ണുതാ. മണ്ണിന്റെ മണം കിട്ടാനില്ലേൽ എന്റെ മനസ്സ് പൊരിയും, ആ കൃഷിക്കാരൻ അറിയിച്ചു. വേദന നിറഞ്ഞ ആ കൃഷിക്കാരന്റെ ജീവിതം ലക്ഷ്യമില്ലാത്ത കാറ്റുപോലെ നീങ്ങുകയാണ് ഇന്ന്. നാളെയെന്ന് പറഞ്ഞ് ആ മലബാർ യാത്ര നീളുന്നു. മാത്രമല്ല താമസിക്കുന്ന ആ 7 സെന്റ് തക്ക വിലയ്ക്ക് ഒന്ന് വിൽക്കുകയും വേണം. മറ്റൊരു പ്രശ്നവുമുണ്ട്. ഔസേപ്പു ചേട്ടന്റെ മകൾ കത്രിക്കുട്ടി ഗർഭിണിയാണ്. കടിഞ്ഞൂലല്ലേ, ഒരു കൊച്ചുമുഖവും കൂടി ഒന്ന് കണ്ടിട്ടാകട്ടെ എന്ന ഒരു രഹസ്യവുമുണ്ട്.